എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ചെറിയൊരു കാര്യം, എന്നാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള, നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ വന്നതാണ്. അതായത് ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും ഷോർട്ട് കട്ടുകൾ തിരഞ്ഞെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളിലും ഷോർട്ട് കട്ടുകൾ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയത്തിനും ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാകും എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. ആ രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് പണമാണ്, രണ്ട് നമ്മുടെ ആരോഗ്യം. പണത്തിൻ്റെ പേരിലും ആരോഗ്യത്തിൻ്റെ പേരിലും നമ്മളൊരു ഷോർട്ട് കട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ജീവിതത്തിൻ്റെ പരാജയമാകുന്നത് എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടായിരിക്കും. അത് മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും എന്താണ് ജീവിത വിജയമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതായത് 3 കാര്യങ്ങളുടെ കൂടിച്ചേരലാണ്, അല്ലെങ്കിൽ 3 കാര്യങ്ങളുടെ ഒരു സമ്മേളനമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിത വിജയമെന്ന് പറയുന്നത്. അതിൽ ഒന്ന് പണമാണ്, രണ്ട് ആരോഗ്യമാണ്, മൂന്നാമത് ഒരു കാര്യം കൂടിയുണ്ട്, സമാധാനം. അതായത് പണവും ആരോഗ്യവും സമാധാനവും കൂടിച്ചേരുന്ന സമയങ്ങളിലാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ വിജയിക്കുന്നത്. അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ എത്രത്തോളം സന്തോഷങ്ങൾ ജീവിതത്തിൽ കണ്ടെത്തുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളുടെ ജീവിത വിജയത്തിൻ്റെ അളവ് നമുക്ക് കണ്ടെത്താനാവുക. എന്നാൽ ജീവിതത്തിൽ ഈ സന്തോഷങ്ങൾ ഉണ്ടാകുന്നത് ഈ 3 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഏതൊക്കെയാണ്? ഒന്ന് പണം, രണ്ട് ആരോഗ്യം, 3 മനസ്സമാധാനം. പണവും ആരോഗ്യവും മനസ്സമാധാനവും കൂടിച്ചേരുന്ന സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് സന്തോഷങ്ങളുണ്ട്. ഈ സന്തോഷങ്ങളാണ് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനവും. ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ പോലും നമുക്ക് സന്തോഷിക്കാനാവില്ല. ഒരു മനുഷ്യൻ ജീവിതത്തിൽ വിജയിച്ചു നിൽക്കുന്നു എന്ന് പറയാനാവില്ല. നിങ്ങൾക്ക് പണമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, പക്ഷേ മനസ്സമാധാനമില്ല. എപ്പോഴും പ്രശ്നങ്ങളാണ്. വീട്ടിൽ പ്രശ്നം, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ജോലിപരമായ പ്രശ്നങ്ങൾ, ഒരു സമാധാനമില്ല. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾ ജീവിതത്തിൽ വിജയിച്ച ഒരാളാണെന്ന് പറയാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് പണമില്ല, അപ്പോഴും നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനാവില്ല, സന്തോഷങ്ങൾ കണ്ടെത്താനാവില്ല. നല്ല ആരോഗ്യമില്ല, പണമുണ്ട്, പക്ഷേ അപ്പോഴും നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പണവും ആരോഗ്യവും മനസ്സമാധാനവും കൂടിച്ചേരുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ ഒരു മനുഷ്യൻ ജീവിതത്തിൽ വിജയിക്കുന്നുള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഒരു മനുഷ്യൻ ജീവിതത്തിൽ കണ്ടെത്തേണ്ടതുണ്ട് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ. എന്നാൽ ഇവിടെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊന്നും ഷോർട്ട് കട്ടിലൂടെ തിരഞ്ഞെടുക്കരുത് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ കാര്യങ്ങളൊന്നും ഷോർട്ട് കട്ടിലൂടെ തിരഞ്ഞെടുക്കാൻ പാടില്ല. ഷോർട്ട് കട്ടിലൂടെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാകുന്നത് സന്തോഷവും സമാധാനവും തന്നെയാണ്. അതായത് പണം കണ്ടെത്താൻ നമുക്ക് ഒരുപാട് വഴികളുണ്ട്, അല്ലേ? സത്യസന്ധമായ വഴികളുണ്ട്. ഒരുപാട് കള്ളത്തരങ്ങളിലൂടെ നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റും. അതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്, അല്ലേ? ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള പല ആളുകളും സത്യസന്ധമായ രീതിയിലല്ല പണം ഉണ്ടാക്കുന്നത് എന്ന് കാണാൻ പറ്റും. പക്ഷേ അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അവരൊക്കെ ജീവിതത്തിൽ വിജയിച്ചവരാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഇപ്പോൾ എന്തെങ്കിലും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തിയിട്ട് ഒരുപാട് പണം ഉണ്ടാക്കുന്നു, കള്ളക്കടത്ത് നടത്തിയിട്ട് പണം ഉണ്ടാക്കുന്നു, അഴിമതി നടത്തിയിട്ട് പണം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിച്ചിട്ട് പണം ഉണ്ടാക്കുന്നു, കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ വിറ്റിട്ട് പണം ഉണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരാൾ പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർക്ക് മനസ്സമാധാനത്തോടു കൂടി ഒരു ദിവസം കിടന്നുറങ്ങാൻ പറ്റുമെന്ന്? ഒരിക്കലും സാധ്യമല്ല. അവരുടെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും പല കാര്യങ്ങളും അതിനെക്കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ സമാധാനത്തോടു കൂടി ഒരു ദിവസം കിടന്നുറങ്ങാൻ അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് അയാളുടെ പരാജയമാണ്. ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിജയം സന്തോഷങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. സന്തോഷത്തോടു കൂടി ഒരു മനുഷ്യൻ ജീവിക്കുന്നു എന്നുള്ളതാണ് അയാളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ നമ്മൾ ഈ രീതിയിലൊക്കെ ഷോർട്ട് കട്ടുകൾ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സമാധാനത്തോടു കൂടിയോ സന്തോഷത്തോടു കൂടിയോ ജീവിക്കാനാവില്ല.
ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കുന്നതല്ല, മറിച്ച് ഒരുപാട് കാലത്തെ പരിശ്രമത്തിൻ്റെ, അധ്വാനത്തിൻ്റെ ഒരു ഫലം കൂടിയാണ് നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത്, സാമ്പത്തികമായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ജീവിതത്തിൽ കടന്നു വരുന്ന ചില ഭാഗ്യങ്ങൾ ഒരു ഷോർട്ട് കട്ടായിട്ട് കാണുന്ന ആളുകളുണ്ട്. എന്നാൽ ഭാഗ്യത്തെ നമുക്ക് ഷോർട്ട് കട്ടുകളായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അത് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന യാദൃശ്ചികമായിട്ടുള്ള ചില അനുഭവങ്ങളാണ്, നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. ഇപ്പോൾ ലോട്ടറി അടിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ഷോർട്ട് കട്ടായിട്ട് നമുക്ക് തോന്നാം, പെട്ടെന്ന് പണം ഉണ്ടാക്കുന്നു. പക്ഷേ അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല, നമ്മൾ അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഈ ലോകത്ത് ചില അവസരങ്ങളുണ്ട്, ചില സാധ്യതകളുണ്ട്. അത് നമ്മുടെ മുന്നിലേക്ക് വളരെ യാദൃശ്ചികമായിട്ട് എത്തിച്ചേരുന്നതിനെയാണ്, ആ അവസരങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നതിനെയാണ് നമ്മൾ ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഭാഗ്യം എന്ന് പറയുന്നത് ജീവിത വിജയത്തിൻ്റെ ഒരു എലമെന്റ് തന്നെയാണ്. എന്നാൽ അതൊരിക്കലും ഒരു ഷോർട്ട് കട്ടായിട്ട് നമ്മൾ കാണരുത്. ചിലപ്പോൾ നമ്മൾ യാദൃശ്ചികമായിട്ട് ഒരാളെ പരിചയപ്പെടുന്നു, ആ പരിചയപ്പെടുന്ന ആളിലൂടെ നമുക്കൊരു അവസരം ലഭിക്കുന്നു, നമുക്കൊരു പക്ഷേ വിദേശത്ത് പോകാൻ, അല്ലെങ്കിൽ നല്ല ഒരു ജോലി കിട്ടാൻ. അപ്പോൾ ഇതൊക്കെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിലപ്പുറം അതൊരു ഷോർട്ട് കട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ജീവിതത്തിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള കാലം നമുക്ക് തരുന്ന ചില അവസരങ്ങളായിട്ട് മാത്രമേ ഭാഗ്യത്തെ നമുക്ക് കാണാനാവുകയുള്ളൂ. എന്നാൽ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ബോധപൂർവം നമ്മൾ കണ്ടെത്തുന്ന എളുപ്പ വഴികളെയാണ്. അത് ജീവിതത്തിൽ നടത്തരുത് എന്നാണ് നിങ്ങളോട് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇനി ആരോഗ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. നല്ല ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ അടുക്കും ചുറ്റയുമുള്ള ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടാണ്, അല്ലേ? ഇവിടെ പലപ്പോഴും ഇപ്പോൾ ഒരുപാട് തടി, വെയിറ്റ് കൂടിയ ഒരാളെ സംബന്ധിച്ച് പലപ്പോഴും നമ്മുടെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം തടി കുറക്കാൻ ഒറ്റമൂലി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും അതിൻ്റെ പിന്നാലെ പോകരുത്. ഇപ്പം മെലിഞ്ഞ ആളുകളെ തടിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റമൂലികൾ, അങ്ങനെ പല പല ഒറ്റമൂലികൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പല ന്യൂസുകൾ, പല വാർത്തകൾ, പല അറിവുകൾ നമുക്ക് നമ്മുടെ ചുറ്റിലും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇങ്ങനെയുള്ള ഷോർട്ട് കട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്നത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോ പ്രശ്നങ്ങളോ ശരീരത്തിലുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് കട്ടുകൾ തിരഞ്ഞെടുക്കുകയല്ല, കൃത്യമായിട്ടുള്ള ചികിത്സ തേടുക, അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുക, അതിന് ഹോസ്പിറ്റലിൽ പോവുക, ഒരു നല്ല ഡോക്ടറെ കാണുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഷോർട്ട് കട്ടുകൾ തിരഞ്ഞെടുക്കരുത്. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ വിഷയം ഞാൻ എടുത്തിടാൻ തന്നെ കാരണം, ഒരു കമ്പനി ഇറക്കിയതാണ് ഒരു പ്രോഡക്റ്റ്, ഒരു ജ്യൂസാണ്. അതിൽ പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ അത് ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്കുള്ള എല്ലാ ഫുഡ് മുതലായി, അതിനിടയിൽ ചെറിയ എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളോ മാത്രം കഴിച്ചാൽ മതി, ബാക്കിയുള്ള ഫുഡുകളൊന്നും കഴിക്കേണ്ട, നിങ്ങൾക്ക് തടിച്ച പ്രകൃതമൊക്കെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ തടിയൊക്കെ കുറച്ച് നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ പറ്റുമെന്നൊരു അഡ്വർടൈസ്മെൻറ്റുമായി വന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. ഇപ്പോൾ അടുത്ത് ഞാൻ കണ്ടൊരു കമ്പനിയാണ്, അതിൻ്റെ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ പല കമ്പനികളും അവരുടെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കാര്യമാക്കരുത്, അതിലേക്ക് നമ്മൾ വീണു പോകരുത് എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് നല്ല ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 2 കാര്യങ്ങളെ ചെയ്യാറുള്ളൂ. അതിൽ ഡയറ്റ് നമ്മൾ നന്നായിട്ട് നോക്കണം, 2 നല്ല രീതിയിൽ നമ്മൾ വ്യായാമം ചെയ്യണം. അപ്പോൾ ഈ 2 കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയം എടുക്കുമെന്നുള്ളതാണ്. ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും നമുക്ക് ഒരുപാട് വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ നമുക്കത് കുറച്ചെടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലായ കാര്യമല്ല. ഒരുപക്ഷെ 6 മാസമോ 1 വർഷമോ 1.5 വർഷമോ 2 വർഷമോ ഒക്കെ എടുക്കും നമ്മുടെ ആ പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇതൊക്കെ ഒരു സമയമെടുത്ത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്നാൽ ഇതൊക്കെ മാറ്റിവെച്ച് നമ്മൾ ഇതൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശാരീരികമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ വഴുതി വീഴുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, കാരണം ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ഷോർട്ട് കട്ടുകളുടെ ഒരുപാട് വാർത്തകൾ. ഇത് ഒരു മനുഷ്യ ജീവിതത്തെ പരാജയപ്പെടുത്തുന്നത്. നിങ്ങളുടെ കഴിവിനെ, നിങ്ങളുടെ പരിശ്രമങ്ങളെ, ജീവിതത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യബോധത്തെ ഇതൊക്കെ അതില്ലാതാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ഷോർട്ട് കട്ടുകൾ തിരഞ്ഞെടുക്കാതിരിക്കുക. സത്യസന്ധമായ വഴികളിലൂടെ നിങ്ങൾ നേടുന്നതെല്ലാം എക്കാലവും നിലനിൽക്കും എന്ന് മാത്രമല്ല, അത് നല്ല രീതിയിൽ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കും. അതല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ നേടുന്ന ഷോർട്ട് കട്ടുകളിലൂടെ നിങ്ങൾ നേടുന്നതൊന്നും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കില്ല. അത് പിന്നീട് എപ്പോഴെങ്കിലും ഒരിക്കൽ
നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രശ്നമായിട്ടോ ബാധ്യതയായിട്ടോ അത് മാറുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് നേട്ടങ്ങളാണെങ്കിലും അത് ഒരുപാട് കാലത്തെ പരിശ്രമത്തിൻ്റെ പിൻബലത്തിലൂടെ തന്നെയാണ് സാധ്യമാവേണ്ടത്. അതിന് മാത്രമേ അടിത്തറ ഉണ്ടാവുകയുള്ളൂ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.